അപ്പോൾ ഈ റജബ് മാസത്തിലെ നമ്മളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്യണം. എത്ര നോമ്പ് നഷ്ടപ്പെട്ടു പോയി? നഷ്ടപ്പെട്ടു പോയ നോമ്പ് നിസ്കാരങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ ഖളാ വീട്ട് തന്നെ വേണം. പ്രത്യേകിച്ച് നിസ്കാരങ്ങൾ ഖളാ വീട്ട് തന്നെ വേണം. എനിക്ക് കണക്കറിയില്ല എന്നൊന്നും റബ്ബിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അവിടെ ഒരു കോംപ്രമൈസ് പ്രതീക്ഷിക്കണ്ട. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇനിയുള്ള മാസം അങ്ങനെ ഉപയോഗപ്പെടുത്താം. റജബും ഷഅബാനും ളുഹർ നിസ്കരിക്കാൻ വരുമ്പോൾ ളുഹറിൻ്റെ മുമ്പ് ഒരു ളുഹർ നിസ്കരിക്കുക, ളുഹറിൻ്റെ ശേഷം ഒരു ളുഹറും കൂടി നിസ്കരിക്കുക. അപ്പോൾ 2 ളുഹർ ഖളാ വീടി. അസ്റും മഗ്രിബും ഇശാക്ക് അങ്ങനെ ചെയ്യുക. അങ്ങനെ ഖളാ വീട്ടാണ്ട് ഖളാ വീട്ടുക, എന്നിട്ട് സുന്നത്ത് നിസ്കരിച്ചാൽ മതി. ഖളാ വീട്ടാലുണ്ടെങ്കിൽ പിന്നെ അവിടെ സുന്നത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ട, ഖളാ വീട്ടലിനാണ്. അങ്ങനെ റജബും ഷഅബാൻ എല്ലാ നിസ്കാരത്തിനും ഒരു 5-10 മിനിറ്റ് കൂടുതൽ കണ്ടെത്തുകയാണെങ്കിൽ റജബും ഷഅബാനും തീരുമ്പോൾ ധാരാളം നിസ്കാരങ്ങൾ എന്തായി പോകും? ഖളാ വീട്ടി കിട്ടും. നമ്മൾ ചെയ്യാം. റജബ് ഷഅബാനിൽ പൊതുവെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിസ്കാരം ഖളാ. അപ്പൊ വലിയ ഭാരമില്ലാതെ അങ്ങനെ എന്ത് ചെയ്യാം? നിസ്കാരങ്ങൾ ഇങ്ങനെ ഖളാ വീട്ടാം. ഞാനൊരു മനുഷ്യനെ കണ്ടിരുന്നു, 5 വർഷമായിട്ട് ആ മനുഷ്യൻ എന്ത് ചെയ്യാണ്? നിസ്കാരം ഖളാ വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ രൂപത്തിൽ എല്ലാ ളുഹറിന്റെയും മുമ്പ് ശേഷമുള്ള ഓരോ ളുഹർ നിസ്കരിക്കും, അസ്റിന്റെ മുമ്പ് ശേഷമുള്ള ളുഹർ. 5 വർഷമായിട്ട് ആ മനുഷ്യൻ എന്ത് ചെയ്യാണ്? ഇങ്ങനെ നിസ്കരിച്ചോണ്ട്. 5 വർഷം നിസ്കരിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അറിയില്ല. ഉണ്ടെങ്കിലോ ഇനി എങ്ങാനും ഉണ്ടെങ്കിൽ റബ്ബിന് മുന്നിൽ കുടുങ്ങിപ്പോകൂലേ? അതുകൊണ്ട് ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് 5 വർഷമായി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളത് മനസ്സിലാക്കിയിട്ട് നിസ്കാരങ്ങൾ ഖളാ ഉണ്ടെങ്കിൽ അത് വീട്ടിൽ തന്നെ വേണം. ഹബീബിങ്ങളെ, നിസ്കാരം ഖളാ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വീട്ടിൽ തന്നെ വേണം. അത് വീട്ടിയിട്ട് മതി നമ്മുടെ ബാക്കിയുള്ള സുന്നത്തുകളും മറ്റു കർമ്മങ്ങളിലും ഒക്കെ കിടക്കല്. അപ്പൊ റജബും ഷഅബാനും നമുക്ക് ഇങ്ങനെ ഉപയോഗപ്പെടുത്താം. നിസ്കാരങ്ങൾ ഇങ്ങനെ ഖളാ വീട്ടാം. റജബിൽ തിങ്കളാഴ്ച വ്യാഴാഴ്ച നോമ്പനുഷ്ഠിക്കുക ഖളാ ഉണ്ടെങ്കിൽ. ആ നോമ്പെടുക്കുന്ന സമയത്ത് റമളാൻ മാസത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നോമ്പിനെ ഖളാ വീട്ടുന്നു എന്ന് നിയത്ത് വെക്കുക. തിങ്കളാഴ്ചയാണെങ്കിൽ തിങ്കളാഴ്ചയിലെ പ്രത്യേക സുന്നത്തായ നോമ്പിനെ നിയത്ത് വെക്കുക. വ്യാഴാഴ്ചയാണെങ്കിൽ വ്യാഴാഴ്ചയിലെ പ്രത്യേക നോമ്പിനെ സുന്നത്ത് വെക്കുക. അങ്ങനെ വെച്ചാൽ 2 ഗുണം. 2 നോമ്പിന്റെ പ്രതിഫലം കിട്ടും. ഒരു ഫർദ് നോമ്പിന്റെ പ്രതിഫലം കിട്ടും, സുന്നത്തായ നോമ്പിന്റെ പ്രതിഫലം കിട്ടും. അങ്ങനെ നോമ്പുകൾ ഖളാ വീട്ടുക. അങ്ങനെ ഖളാ വീട്ടണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വീട്ടിലുള്ള സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഒരു പ്ലാൻ ഇടുക. നല്ല രസത്തിൽ സ്ത്രീയുടെ അടുത്ത് പോയിട്ട് നമ്മൾ പറയാം, നിനക്ക് നോമ്പ് ഖളാ ഉണ്ടോ? എനിക്കും ഉണ്ട്. നമുക്കിവിടെ നോക്കിയാലോ? അവിടെ നോൽക്കുക. അപ്പൊ 2 ആളുകളാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അങ്ങനെ നോറ്റ് പോകാൻ പറ്റും. ഇത് നമ്മൾ ചെയ്യേണ്ടതാണല്ലോ. ചെയ്തില്ലെങ്കിൽ റബ്ബിന്റെ മുന്നിൽ കുടുങ്ങുന്നതുമാണല്ലോ. അപ്പൊ അതുകൊണ്ട് കൃത്യമായി ചെയ്യാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ.